സുഹൃത്തുക്കളെ, കേരളത്തിൽ UDF വമ്പൻ വിജയം നേടിയെടുത്തു. 140-ൽ 102 സീറ്റ് നേടി ടീം UDF വിജയിച്ചു. VD സതീശൻ CM ആയി നോമിനേറ്റഡ് ആയി. പക്ഷേ വിജയം ആഘോഷിക്കേണ്ടതിന് പകരം ഒരു പേരിനെതിരെ സോഷ്യൽ മീഡിയയിലും ഹേറ്റ് വേവ് ഉയരുന്നു. ഷാഫി പറമ്പിൽ CM റേസിൽ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്തതിന് അല്ലെങ്കിൽ CM റേസിൽ സൈലന്റ് ആയതിന് ഓരോ ഹെഡ്ലൈനും ഓരോ ആരോപണങ്ങളും ഉണ്ടാക്കി ഷാഫി പറമ്പിലിനെ വില്ലനാക്കുക. ഈ വീഡിയോയിൽ ഒരു കാര്യം ക്ലിയർ ആയി പറയും, ഈ ഹെയ്റ്റ് ശരിയല്ല, ഇത് നുണയാണ്. ഒരു കാര്യം ആദ്യമേ തന്നെ പറയട്ടെ, VD സതീശനെ കേരളത്തിന്റെ അടുത്ത CM ആയി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, പേഴ്സണൽ ആയിട്ട് VD സതീശനോട് എനിക്ക് ഒരു അഫിനിറ്റിയും ഇല്ല. പക്ഷേ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പല ലേയേഴ്സ് ഓഫ് ഡിസിഷനിൽ കൂടി കടന്നു പോയിട്ട് തീരുമാനിച്ചതാണ് VD സതീശനെ CM ആയി. ആദ്യം അവർ MLA-മാരുടെ അഭിപ്രായം കേട്ടു, KPCCയുടെ അഭിപ്രായം കേട്ടു, അലയൻസ് മെമ്പേഴ്സ് UDFന്റെ അഭിപ്രായം കേട്ടു. അതിനെ എല്ലാം റെസ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പ്രോസസ്സിൽ, ഈ CM പ്രോസസ്സിൽ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ക്രിമിനൽസ് ആണോ അല്ലെങ്കിൽ വില്ലൻസ് ആണോ? അങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസിലെ 63 MLA-മാരിൽ 47-ലധികം പേരാണ് KC വേണുഗോപാലിനെ പിന്തുണച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം ക്രിമിനൽസ് അല്ലേ അല്ലെങ്കിൽ വില്ലൻസ് അല്ലേ? എന്തുകൊണ്ട് ഷാഫിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു? ഷാഫി പറമ്പിൽ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്തു, അതാണ് ഉന്നയിക്കുന്ന ആരോപണം. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ആരാണ് KC വേണുഗോപാൽ? കേരളത്തിലെ 63 ഇലക്റ്റഡ് MLA-മാരിൽ 47-ലധികം പേര് സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസിന്റെ നാഷണൽ ലെവൽ ലീഡറാണ് KC വേണുഗോപാൽ. 1996-ൽ MLA ആയ ആൾ തുടർച്ചയായി 3 വട്ടം 1996, 2001, 2006 കാലഘട്ടത്തിൽ MLA ആയി. 2004-2006 കാലഘട്ടത്തിൽ ദേവസ്വം മിനിസ്റ്റർ അല്ലെ ടൂറിസം മിനിസ്റ്റർ ആയി പെർഫോം ചെയ്ത ഉമ്മൻചാണ്ടി ഗവൺമെന്റിലെ ക്രൂഷ്യൽ റോൾ വഹിച്ച ആൾ. 2009 ശേഷം നാഷണൽ ലെവലിലേക്ക് അദ്ദേഹത്തിന്റെ കളം മാറ്റി 2017-ൽ ജനറൽ സെക്രട്ടറി ആയി കോൺഗ്രസിന്റെ. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ. അങ്ങനെയുള്ള ഒരാൾ, അയാളെ സപ്പോർട്ട് ചെയ്തതിനാണോ ഇത്രയും ഹെയ്റ്റ്? അങ്ങനെയാണെങ്കിൽ 47 സപ്പോർട്ട് ചെയ്ത MLA-മാരും ട്രൈറ്റേഴ്സ് അല്ലേ? അവരെല്ലാവരും ഹെയ്റ്റിന് അർഹരല്ലേ? അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇന്റേണൽ പൊളിറ്റിക്സ് ആണ്, ഇന്റേണൽ ഡെമോക്രസിയുടെ ഭാഗമാണത്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഡിസിഷൻസ് ഉണ്ടായിട്ടുള്ളത്. എപ്പോഴും MLA-മാരെ കേട്ടുകൊണ്ട് തന്നെയാണ് ഡിസിഷൻസ് വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഹൈക്കമാൻഡ് ഡിസൈഡ് ചെയ്തു VD സതീശൻ CM ആയിട്ട് നോമിനേറ്റഡ് ആയി. ഈ ഡ്രാമ ഇവിടെ തീരണം. പക്ഷേ ചില ക്രോധസുകൾ, ചില ആളുകൾ ഈ ഡ്രാമ വീണ്ടും ഉപയോഗിച്ച് ഷാഫി പറമ്പിലിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്നു. അത് പെർമനന്റ് ആയി ഹെയ്റ്റ് ആക്കി മാറ്റാൻ നോക്കുന്നു. ഇപ്പോൾ ഷാഫിക്കെതിരെ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും നടക്കുന്ന നരേറ്റീവുകൾ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേത് VD സതീശനെതിരെ നടക്കുന്ന ട്രോൾ ക്യാമ്പയിൻ ആണ്. VD സതീശനെതിരെ ഈ CM ഇലക്ഷൻ പ്രോസസ്സിൽ ധാരാളം ട്രോളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇലക്ഷന് മുമ്പും ഇലക്ഷന് ശേഷവും ട്രോളുകൾ ഉണ്ട്. ആ ട്രോളുകളെ ഷാഫി തള്ളി പറഞ്ഞില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന ആരോപണം. അങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസിൽ 63 MLA-മാരിൽ 47 പേരാണ് സപ്പോർട്ട് ചെയ്തത്. അവരെല്ലാവരും സൈലന്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഷാഫി മാത്രം തള്ളി പറയണം? ഒരാൾക്ക് ഇവിടെ സൈലന്റ് ആയിരിക്കാൻ അവകാശമില്ലേ? ഷാഫിക്കെതിരെ നടക്കുന്ന ട്രോളുകളെ ഇവരാരെങ്കിലും തള്ളി പറയുന്നുണ്ടോ? രണ്ടാമത്തേത്, ഷാഫി പറമ്പിൽ കമ്മ്യൂണൽ അജണ്ട ഉള്ള ആളാണ് എന്നുള്ളതാണ്. ഈ ഇലക്ഷനിൽ ശോഭാ സുരേന്ദ്രൻ BJPയുടെ കാൻഡിഡേറ്റ് പറഞ്ഞത് ഷാഫി എന്നാൽ ഡയറക്ടർ ഓഫ് ഓൾ കോൺട്രവേഴ്സീസ് എന്നാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ലിങ്ക് ആണ് ഷാഫിക്കുള്ളത് എന്നാണ്. BJPക്ക് അങ്ങനെ പറയാൻ ഒരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഷാഫി പറമ്പിലെ പോലെ ഒരു ഗ്രോയിങ് മുസ്ലിം ഫേസ് കോൺഗ്രസിൽ ഉണ്ടാകുന്നത് BJPയുടെ സ്പേസ് നഷ്ടപ്പെടുത്തും. അതിന് അവർ പല ക്യാമ്പയിനുകളും ഉണ്ടാക്കും. കോൺഗ്രസിന്റെയും LDFന്റെയും നിഷ്പക്ഷരായവരും എന്തുകൊണ്ട് ആംപ്ലിഫൈ ചെയ്യുന്നു? നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കാണാനിടയായി. പല ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന അഭിപ്രായം പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ യൂട്യൂബിലെ വീഡിയോയുടെ പ്രൊഫൈൽ പിക്ചർ തന്നെ ഇങ്ങനെയാണ്: VD സതീശനെ ഒറ്റിയ യൂദാസുമാർ, വെറും വിഷമല്ല പൊട്ടാസ്യം സയനൈഡ്. എന്നിട്ട് ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന്റെ സംഘപരിവാർ അജണ്ടയാണ് അവിടെ വിവരിക്കുന്നത്. ഇദ്ദേഹം ഇന്നേ വരെ ഒരു പ്രവചനമോ ഒരു രാഷ്ട്രീയ രീതിയിലുള്ള നല്ല ഒരു അഭിപ്രായമോ പറയുന്നതായിട്ട് കേട്ടിട്ടേ ഇല്ല. ഇദ്ദേഹത്തെ പോലുള്ള മഹാന്മാരെ നമ്മൾ ബഹിഷ്കരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോഴും ഇദ്ദേഹത്തെയൊക്കെ ഓൺ ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് പല ചാനലുകളുടെയും പരാജയം. അടുത്തത്, മീഡിയാസും ഈ അജണ്ടയിലാണ് എന്നുള്ളതാണ്. മാതൃഭൂമിയും മീഡിയ വണ്ണും പോലെയുള്ള ചാനലുകൾ
സോഷ്യൽ മീഡിയയിലെ ഹെയ്റ്റ് ഷാഫിക്കെതിരെ ഓൺ ചെയ്യുന്നു. മീഡിയ വൺ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ വോയിസ് ആണെന്നാണ് പലരും കരുതുന്നത്. പക്ഷെ ഒരേ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളെ കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് ഫ്രെയിമിലാണ് ആ ചാനലിൽ നിർത്തുന്നത്. മീഡിയ വണ്ണിൽ ഈ അടുത്ത ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കാണുവാനിടയായി. ഷാഫിയെ കൈവിടുന്ന അണികൾ എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ ടോപ്പിക്കാണ് അവിടെ നടക്കുന്നത്. അതിൽ ഒരു ആങ്കർ കണ്ടിന്യൂസ് ആയിട്ട് പറയുകയാണ് ഷാഫി മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോൾ ഷാഫി അതിനെ ഒന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹം സൈലന്റ് ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. നിങ്ങൾ നോക്കൂ, ഒരു മുസ്ലിം നാമധാരിയായ പൊളിറ്റീഷ്യന്റെ സെക്യുലറിസം ഡേ ബൈ ഡേ പ്രൂവ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പലരും അതിനെഗനിസ്റ്റ് സംസാരിച്ചു. പക്ഷേ ഷാഫിയെ പോലെയുള്ള ഒരു മുസ്ലിം നാമധാരി അദ്ദേഹത്തിനെതിരെ സംസാരിച്ചാൽ ചിലപ്പോൾ അത് കമ്മ്യൂണൽ ആകും. അവിടെ സൈലൻസ് ആണ് ഏറ്റവും വിവേകപരമായ തീരുമാനം. ഇവിടെയൊക്കെ ഒരു ചോദ്യമാണ് ഉയരുന്നത്, ഈ മീഡിയ വർക്ക്സ് എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ആണോ അതോ പൊളിറ്റിക്കൽ അജണ്ട ആണോ എന്നുള്ളതാണ്. എല്ലാ മീഡിയ ഹൗസസിനും അറിയാം വി.ഡി. സതീശൻ ക്യാമ്പുമായി ഷാഫി പറമ്പിലിന് ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളത്. അത് ഈ ഇലക്ഷന്റെ മുന്നേ സംഭവിച്ചതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഷാഫിനെ ഒറ്റ തിരിഞ്ഞ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? ആ പൊളിറ്റിക്കൽ ഡിഫറൻസ് ത്രെട്ട് ആക്കി ഫ്രെയിം ചെയ്യുന്നത് ജേർണലിസം അല്ല. ഷാഫി പറമ്പിൽ ഇന്റേണൽ പൊളിറ്റിക്സ് ചെയ്തു എന്നാണല്ലോ പറയുന്നത്. ഇനി നമുക്ക് ചരിത്രം നോക്കാം. 1980-ലും 1990-ലും എ.കെ. ആന്റണിയും കരുണാകരനുമാണ് കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ഗ്രൂപ്പ് വൈര്യം പലപ്പോഴും ഇന്റേണൽ ഫ്രിക്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അത് ഇന്റേണൽ പൊളിറ്റിക്സ് ആണെന്ന് അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തമ്മിൽ ധാരാളം ഫ്രിക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, ഗ്രൂപ്പ് പോരുകൾ ഉണ്ടായിട്ടുണ്ട്. അതും നമ്മൾ ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ഭാഗമാണെന്ന് പറയുന്നു. 2011-ൽ ഉമ്മൻചാണ്ടി മിനിസ്ട്രിയിൽ അംഗമാകാൻ പറ്റാത്തത് കൊണ്ട് വി.എം. സുധീരനൊപ്പം ചേർന്ന വി.ഡി. സതീശനാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് ഏറ്റവും കഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. 2011-ൽ വി.ഡി. സതീശന് മിനിസ്റ്റീരിയൽഷിപ്പ് കിട്ടുമെന്ന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം മിനിസ്റ്റർ ആകാൻ സാധിച്ചില്ല. അത് വി.ഡി. സതീശനിൽ ഡീപ് ഹർട്ട് ആൻഡ് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കി. അങ്ങനെ വി.ഡി. സതീശന് ഹർട്ടും ഫ്രസ്ട്രേഷനും എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഷാഫിയുടെ കാര്യത്തിൽ അതിന് സാധിക്കുന്നില്ല? അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. ഉമ്മൻചാണ്ടിക്കെതിരെ വി.ഡി. സതീശൻ നടത്തിയ പൊളിറ്റിക്സ് ഇന്ന് ആരും ഓർക്കുന്നില്ല. പക്ഷേ ഷാഫി പറമ്പിൽ കേസിക്ക് വേണ്ടി നടത്തിയ പൊളിറ്റിക്സ് എങ്ങനെ ബിട്രയലാകും? ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ? നിങ്ങൾ നോക്കൂ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഒരു ജനറേഷന്റെ നേതാവാണ്. അദ്ദേഹത്തിനെതിരെ വർഷങ്ങളുടെ പ്രൊപ്പഗൻഡ ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ, സോളാർ കേസ്, കറപ്ഷൻ, മനുഷ്യത്വരഹിതമായ മീഡിയ ട്രയൽസ്. 2023-ൽ അദ്ദേഹം നമ്മളെ വിട്ടു പോകുന്നിടം വരെ അദ്ദേഹം പൊളിറ്റിക്കൽ ടാർഗറ്റ് ആയിരുന്നു പലരുടെയും. ചിലർക്ക് അവരുടെ മീഡിയ റേറ്റിംഗ് കൂട്ടണം, അതിനുവേണ്ടി ടാർഗറ്റ് ചെയ്തിരുന്നു. ദിവസങ്ങളോളം ചർച്ച ചെയ്തു. കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പുഴുക്കുത്തുകൾ ഉണ്ടായി. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രൊപ്പഗണ്ടയുടെയൊക്കെ അവസാനം എന്തായിരുന്നു? എന്തെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചോ? കേരളം അതിന് ആൻസർ കൊടുത്തു, ഇല്ല എന്നുള്ളത്. ഈ സെയിം പാറ്റേൺ ആണ് ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെയും ഉപയോഗിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ. ഒന്നാമത്തേത് വി.ഡി. സതീശന്റെ ഗ്രൂപ്പ്. ഷാഫി പറമ്പിലിനെ ഒരു ത്രെട്ട് ആയിട്ടാണ് അവർ കാണുന്നത്. രണ്ടാമത്തേത് കോൺഗ്രസിന്റെ ഓൾഡ് ഗാർഡ്. അവര് ഷാഫി പറമ്പിലിനെ പോലെയുള്ള ഒരു യങ് പോപ്പുലർ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളെ ഉയർന്നു വരാൻ ഭയക്കുന്നു. മൂന്നാമത്തേത് സംഘപരിവാറാണ്. അവർക്ക് സെക്യുലർ ആയിട്ടുള്ള ഒരു ഫേസ് കോൺഗ്രസിൽ നിന്നും ആളുകളുടെ ഇടയിൽ അക്സെപ്റ്റഡ് ആയിട്ട് വരുന്നതിനെ തീർച്ചയായും ഭയപ്പെടുന്നു. പിന്നെ LDF ആണ്. കോൺഗ്രസിനകത്തെ ഇന്റേണൽ ഫ്രിക്ഷൻസ് ആംപ്ലിഫൈ ചെയ്യാനാണ് അവര് നോക്കുന്നത്. അഞ്ചാമതായിട്ട് മീഡിയ ഹൗസസ്. അവരുടെ റേറ്റിംഗിന് വേണ്ടി അവരും ഇങ്ങനെയുള്ള ആളുകളെ ഒരു മനുഷ്യത്വരഹിതമായി ടാർഗറ്റ് ചെയ്യുന്നു. ഇവരെല്ലാം നോക്കുന്നത് ഒരേ ഡയറക്ഷനിലേക്കാണ്. ഇത് കോ ഇൻസിഡൻസ് ആണോ? തീർച്ചയായിട്ടും അല്ല. ഇനി നമുക്ക് 2026-ലെ UDF 102 സീറ്റ്സ് വിജയത്തിനെ പറ്റി നോക്കാം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ ചെയ്യുന്ന പല പ്രമുഖരും അന്ന് ഫീൽഡിലേ ഇല്ലായിരുന്നു. ഇന്ന് വിക്ടറിയുടെ ഭാഗമായ ചൈൽഡിനെ പങ്കുവെക്കാൻ ഓടി വരുന്നവർ വിക്ടറിയുടെ ആർക്കിടെക്റ്റിനെ മറക്കരുത്, അവരെ ഇറേസ് ചെയ്യാൻ നോക്കരുത്. ഷാഫി പറമ്പിൽ പെർഫെക്റ്റ് പൊളിറ്റീഷ്യൻ അല്ലായിരിക്കാം, കരുണാകരനും പെർഫെക്റ്റ് അല്ല, ഉമ്മൻചാണ്ടിയും പെർഫെക്റ്റ് അല്ല, വി.ഡി. സതീശനും പെർഫെക്റ്റ് അല്ല. പൊളിറ്റിക്സിൽ ഡിഫറൻസസ് ഉണ്ട്, ഇന്റേണൽ ഡെമോക്രസി ഉണ്ട്, അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. ഒരു ലീഡറുടെ ചോയ്സിനെ പൊളിറ്റിക്കൽ അറ്റാക്ക് ചെയ്ത് 4-5 ക്യാമ്പുകൾ ചേർന്ന് പൊളിറ്റിക്കൽ വെഞ്ചൻസ് ആയിട്ട് ഒരാളെ ഡീഫെയിം ചെയ്യുന്നത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. കേരളത്തിൽ ജയിച്ചത് ഒരു
ടീമായി നിന്നുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു ടീമിലെ ഒരു വിജയശില്പിയെ ഒറ്റപ്പെടുത്തി അദ്ദേഹത്തെ ഒഴിവാക്കി വിജയം ആഘോഷിക്കുന്നത് ബിട്രയലാണ്. വി.ഡി. സതീശനെ CM ആയി അക്സെപ്റ്റ് ചെയ്യുന്നു, ഷാഫിക്ക് നേരെ നടക്കുന്ന ഹെയ്റ്റിനെ റിജക്ട് ചെയ്യുന്നു. ഡിബേറ്റ് പൊളിറ്റിക്സ് ഡോണ്ട് ഡിസ്ട്രോയ് പീപ്പിൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.